അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും തിരുവല്ല സ്വദേശി രഞ്ജിത ആർ നായരുടെ മരണം സ്ഥിരീകരിച്ചു. UK-യിൽ നഴ്സായ രഞ്ജിത അപകടത്തിൽപ്പെട്ടത് 4 ദിവസത്തെ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മടങ്ങവേ വേദനയടക്കാനാവാതെ അമ്മയും കപ്പലപകടത്തിന്റെ നഷ്ടം നികത്തേണ്ടത് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചല്ലെന്ന് ഹൈക്കോടതി. നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്ന് തിരിച്ചു പിടിക്കണം. സ്വകാര്യ കമ്പനിയുടെ ഹർജിയിൽ MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഉത്തരവ്. ബേപ്പൂർ പുറംകടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിന്റെ ഉടമകൾക്കെതിരെയും കേസെടുത്തേക്കും. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് മനംമാറ്റം. പിടിവാശിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചിലർ ആവശ്യമില്ലാതെ പ്രശ്നം വഷളാക്കിയെന്ന് കുറ്റപ്പെടുത്തൽ. ഈ പ്രശ്നം ഇപ്പോൾ ഒരു ആവശ്യമില്ലാതെ വഷളാക്കി വളരെ സമാധാനത്തോടു കൂടിയും നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു അരിഷ്ടതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രിയുമായി വിദ്യാഭ്യാസ മന്ത്രി ഉടൻ കൂടിയാലോചന നടത്തും. സർക്കാരിന്റെ ചുവടുമാറ്റം സമസ്തയുടെ എതിർപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ജിഫ്രി തങ്ങൾ. നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് മലപ്പുറം പരാമർശം വീണ്ടും ഉയർത്തി കോൺഗ്രസ്. മുസ്ലിം സമുദായത്തെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് KC വേണുഗോപാൽ. ഹിന്ദു മഹാസഭയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. LDF-നെതിരെ പ്രചാരണവുമായി ആശമാർ നിലമ്പൂരിൽ. മുഖ്യമന്ത്രി നാളെ നിലമ്പൂരിലെത്തും. പ്രിയങ്ക ഞായറാഴ്ച. പണം തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്വാഗതം ചെയ്ത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ സ്ഥാപനത്തിന്റെ ഓഡിറ്റിംഗിനെ ഭയക്കുന്നില്ല. ഭർത്താവിനെതിരായ പ്രതികളുടെ ആരോപണം തള്ളി. ജീവനക്കാർ പണം മാറ്റിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ മീഡിയ വഴി. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഐത്താചരണം. പട്ടികജാതി ഉദ്യോഗസ്ഥ സ്ഥലം മാറിയപ്പോൾ ശുദ്ധികലശം നടത്തിയെന്ന് പരാതി. താൻ ഉപയോഗിച്ച മേശയും കസേരയും ഓഫീസിൽ നിന്ന് മാറ്റിയെന്ന് SC/ST കമ്മീഷണർക്കുള്ള പരാതിയിൽ ഉദ്യോഗസ്ഥ. വ്യാജ പരാതി എന്ന ആരോപണ വിധേയൻ.